നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. വാർത്താമഴയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ അമൃത പണിക്കാർ. നോക്കാം വാർത്തകൾ വിശദമായി. താൻ ഭയക്കുന്നത് പാർട്ടിയെ മാത്രമാണെന്നും വിയോജിക്കുന്നവരോട് തനിക്ക് വിദ്വേഷമില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതുവരെയുള്ള ജീവിതത്തിൽ തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എതിരെ വരുന്ന വാർത്തകൾ തന്നെ ബാധിക്കാറില്ലെന്നും കടുപ്പക്കാരൻ എന്ന വിശേഷണം ബ്രാൻഡ് ചെയ്യപ്പെട്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ടും മിണ്ടിയും ഇരുവർ സംഭാഷണത്തിൽ മോഹൻലാലിനോടാണ് മുഖ്യമന്ത്രി മനസ്സ് തുറന്നത്. തെറ്റുകൾ നമ്മൾ ചെയ്യരുത്. എൻ്റെ പൂർണ്ണമായ വിശ്വാസം ഇതേവരെയുള്ള എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് ഞാൻ ചെയ്തു എന്ന് എനിക്ക് ബോധ്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുണ്ട്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയോടുള്ള എതിർപ്പിൻ്റെ ഭാഗമായി അത് എന്നിലൂടെ പ്രകടിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന നിലക്കാണ് ഞാനത് കാണാറ്. ഈ എതിർപ്പ് ഉയർത്തുന്നവരോടും ഒരു തരത്തിലുള്ള ഈർഷ്യയോ വിദ്വേഷമോ എനക്കൊട്ടുണ്ടാകാറുമില്ല. അവരവരെ രീതി സ്വീകരിക്കുന്നു എന്ന് മാത്രമേ കാണാറുള്ളൂ. ലോക്കപ്പ് മർദ്ദനങ്ങളോട് ഒരു തരത്തിലും യോജിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. തന്നെ തകർക്കാൻ ശ്രമമുണ്ടായി എന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തി. മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടു. ലോക്കപ്പിലുള്ള മർദ്ദനത്തോട് ഒരു ദയയും കാണിക്കാറില്ല. അത്തരം ഉദ്യോഗസ്ഥരോട് കടുത്ത സമീപനം സ്വീകരിക്കുന്ന നിലയാണ് സ്വീകരിച്ചു പോകാറ്. മക്കളെ നേരെ ഒരു നോട്ടോട്ടിട്ടുണ്ട്. ആളെ പേര് പറയുന്നുണ്ട്. അത് തട്ടിക്കൊണ്ടുപോകാനാണ്. പൊതുവിൽ ഞാൻ പാർട്ടിക്ക് കീഴ്പ്പെട്ടു പോകുന്ന ഒരാളാണ്. പാർട്ടി ആഗ്രഹിക്കുന്ന പൊതുവായ നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ അണുകിട വ്യത്യാസം വരരുതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ ഭയന്ന് ഞാൻ ജീവിക്കുകയാണ്. അങ്ങനെയൊരു ഭയമുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. മോഹൻലാലുമായുള്ള അഭിമുഖത്തിൽ ഇഷ്ടങ്ങളും വിനോദങ്ങളും മുഖ്യമന്ത്രി പങ്കുവച്ചു. രജനികാന്തിന്റെ സിനിമ ഒരു കാലത്ത് ഇഷ്ടം നിറഞ്ഞതാണ്. അമൃതം ഗമയ സിനിമയിലെ മോഹൻലാലിന്റെ കഥാപാത്രവും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇടം തന്റെ വീടാണെന്നും പിണറായി വിജയൻ മനസ്സ് തുറന്നു. ടിവികളില് സിനിമകൾ ഇങ്ങനെ വരുന്ന കാലത്ത് KTV, അതെ അപ്പൊ ആ കാലത്ത് അതില് ധാരാളം രജനി പടങ്ങള് വരാറുണ്ട്. അതും ആക്ഷൻ സിനിമകൾ. ആക്ഷൻ പടങ്ങൾ. പൊതുവിൽ ഞാൻ ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങയുടെ ആക്ഷൻ പടങ്ങൾ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. എല്ലാവരുടെയും നിങ്ങളുമായിട്ടെല്ലാമുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ ഈ പടങ്ങളോടൊരു പ്രത്യേകത എനിക്ക് തോന്നിയിരുന്നു. പുള്ളിയുടെ ഒരു രീതികളോട്. അതെ. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കഥാപാത്രം അങ്ങയുടെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ട് ചേർന്നിട്ട് ആ മെഡിക്കൽ വിദ്യാർത്ഥി റാഗിങ്ങിന് നേതൃത്വം കൊടുത്ത് അമൃതം ഗമയ MT എഴുതിയത് അല്ലേ? ഹരിഹരൻ. അതെ, ഹരിഹരൻ. കേരള സ്റ്റോറി 2 റിലീസിനെതിരായ സ്റ്റേ തുടരും. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നിർമ്മാതാക്കൾ ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ അപ്പീലിൽ അടിയന്തര വാദം കേട്ടെങ്കിലും സ്റ്റേ നീക്കിയില്ല. സിനിമ സംസാരിക്കുന്നത് സാമൂഹിക വിപത്തുകളെക്കുറിച്ചാണെന്നും കേരളത്തെ അപമാനിക്കുന്നില്ല എന്നും നിർമ്മാതാക്കൾ വാദിച്ചു. അതേസമയം സിംഗിൾ ജഡ്ജ് സിനിമ കാണാമെന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾ അതിൽ താൽപര്യപ്പെട്ടില്ലല്ലോ എന്ന് കോടതി ചോദിച്ചു. ഒരു മതത്തിലെ ഒരു ചെറിയ വിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നതെന്നും ആ മതം പൂർണ്ണമായും അങ്ങനെയാണെന്ന് ഒരിടത്തും സിനിമയിൽ പറയുന്നില്ല എന്നും നിർമ്മാതാക്കൾ വാദിച്ചു. എന്നാൽ മതം മാറ്റി സ്ത്രീകളെ തീവ്രവാദത്തിന് പ്രേരിപ്പിക്കുന്നതാണ് സിനിമയുടെ ഇതിവൃത്തമെന്ന് ഹർജിക്കാരും കോടതിയെ അറിയിച്ചു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിഷ്ണു, ഇന്നിപ്പോൾ എന്തൊക്കെ വാദങ്ങൾ ഈ നിർമ്മാതാവ് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്? എന്ത് തീരുമാനത്തിലേക്കാണ് കോടതി എത്തിയിരിക്കുന്നത്? അമൃത, സ്റ്റേ നീക്കുമോ ഇല്ലയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് കോടതിയാണ്. നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വാദം പൂർത്തിയാക്കിയിട്ടുണ്ട്. CBFCയും അതോടൊപ്പം തന്നെ ഹർജിക്കാരും നിർമ്മാതാക്കളുമാണ് ഇന്ന് പ്രധാനപ്പെട്ട വാദങ്ങൾ ഉന്നയിച്ചത്. ഹർജിക്കാർ വ്യക്തമാക്കിയത് ഈ സിനിമ അത് കേരളത്തിന്റെ അന്തസ്സത്തെ ഉയർത്തിക്കാണിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഈ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് സ്ത്രീകളെ മതം മാറ്റി തീവ്രവാദത്തിന് പ്രേരിപ്പിക്കുന്നു എന്നതാണ് ഈ സിനിമ പങ്കുവെക്കുന്ന ആശയം. കേരളത്തിൽ അത്തരത്തിൽ നടക്കുന്നുണ്ട് എന്നൊരു സന്ദേശം നൽകാനാണ് ഈ സിനിമയുടെ നിർമ്മാതാക്കളും അതോടൊപ്പം തന്നെ സംവിധായകരും ഒക്കെ ശ്രമിക്കുന്നത്. അത് അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 19 പ്രകാരം ബൈ ബർത്ത് എന്നുള്ളത് ഒരു വ്യക്തിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് താൻ വരുന്ന സംസ്ഥാനത്തെ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു സിനിമയെ എതിർക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഹർജി നൽകിയത് എന്നാണ് ഹർജിക്കാരൻ വാദിക്കുന്നത്. സിനിമ ഈ നിർമ്മാതാക്കളാകട്ടെ പ്രധാനമായി 2 പോയിന്റുകളാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. ഒന്ന്, ഈ സിനിമ ഒരു തരത്തിലും മതവിദ്വേഷമോ അല്ലെങ്കിൽ മതസ്പർദ്ധയോ വളർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു മതത്തിലെ കേവലം ആളുകൾ ചെയ്യുന്ന
സാമൂഹ്യ തിന്മയെ വിളിച്ചു കാണിക്കുകയാണ് സിനിമ ചെയ്യുന്നത്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ഇത്തരം വിപത്തുകളെ എതിർക്കപ്പെടേണ്ടതാണ്. അതെങ്ങനെയാണ് മതസൗഹാർദ്ദത്തെ തകർക്കുന്നതെന്ന് ഈ സിനിമയുടെ നിർമ്മാതാക്കൾ ചോദിക്കുന്നുണ്ട്. മറ്റൊന്ന്, സിനിമയുടെ റിലീസ് നാളെ തീരുമാനിച്ചിരിക്കുകയാണ്. 1500ഓളം വരുന്ന തിയേറ്ററുകൾ, ഇന്ത്യക്ക് പുറത്തുള്ള തിയേറ്ററുകൾ റിലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പത്തികമായി വലിയ പ്രതിസന്ധി നേരിടും റിലീസ് ചെയ്തില്ലെങ്കിൽ. ഇതെല്ലാമാണ് ഇന്ന് പ്രധാനമായും വാദം നടന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഇതിൽ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 15 ദിവസത്തേക്കാണ് സിംഗിൾ ബെഞ്ച് സിനിമയുടെ റിലീസ് സ്റ്റേ ചെയ്ത്. അതിനെതിരെയാണ് നിർമ്മാതാക്കൾ അപ്പീൽ നൽകിയിട്ടുള്ളത്. അമൃത. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയേക്കും. മന്ത്രിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിൽ മെഡിക്കൽ ബോർഡ് നാളെ തീരുമാനമെടുക്കും. അതേസമയം മന്ത്രിയെ KSU പ്രവർത്തകർ അതിക്രമിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി വീഡിയോയുമായി CPIM-ഉം പ്രതിരോധിച്ച് KSU-വും രംഗത്തെത്തി. ആ വിഷ്വൽ കാണുന്നത് കറുത്ത തുണി മന്ത്രിയുടെ കഴുത്തിന്, വലതുഭാഗത്തുള്ള കഴുത്തിന് നേരെയാണ്. ഈ വിഷ്വൽ ഇപ്പോൾ അധികം പുറത്തു വന്നതെന്ന് തോന്നുന്നില്ല. ഇത് വ്യക്തമാക്കുന്നത് മന്ത്രിയുടെ അടുത്ത് തന്നെയായിരുന്നു ഈ ചാവേറുകളിൽ ഒരാൾ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഇതാണ് CPIM-ന്റെ വാദം. എന്നാൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കരിങ്കൊടിയല്ലെന്നും ഗൺമാന്റെ കറുത്ത വസ്ത്രമെന്നും KSU. M. ഷംസീർ രചിച്ച തിരക്കഥയിൽ നിന്നാണ് മന്ത്രിയുടെ കഴുത്തിന് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റു എന്ന തരത്തിലും അതിനുശേഷം മന്ത്രിയെ ICUവിൽ ഉൾപ്പെടെ പ്രവേശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള നാടകങ്ങളുടെ എല്ലാം തിരക്കഥകൾക്ക് തുടക്കം കുറിക്കുന്നത്. മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഹാജരാക്കുന്നവർക്ക് സ്വർണവും കുഴിമന്തിയും നൽകുമെന്ന പ്രചാരണവുമായി KSU രംഗത്തെത്തി. അതിനിടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്രതിഷേധത്തിന്റെ CCTV ദൃശ്യങ്ങൾക്കായി റെയിൽവേ പോലീസ് RPF-ന് അപേക്ഷ നൽകി. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള മന്ത്രിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. മന്ത്രിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിൽ നാളെ മെഡിക്കൽ ബോർഡ് ചേർന്ന് തീരുമാനമെടുക്കും. മന്ത്രിയുടെ കഴുത്തിലെ നീര് മാറിയിട്ടില്ല. സംഭവത്തിൽ അറസ്റ്റിലായ 5 KSU നേതാക്കളെ അടുത്ത മാസം 12 വരെ റിമാൻഡ് ചെയ്തു. 24 കണ്ണൂർ. അധിക്ഷേപ മുദ്രാവാക്യത്തിൽ CPIM നേതാവ് ചിന്താ ജെറോമിനെതിരെ കേസ്. കോൺഗ്രസ് കൊല്ലം ഇരവിപുരം മണ്ഡലം കമ്മിറ്റിയുടെ പരാതിയിൽ ഇരവിപുരം പോലീസാണ് കേസെടുത്തത്. സമൂഹസ്പർദ്ധയുണ്ടാക്കി കലഹം സൃഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ ജാഥ സംഘടിപ്പിച്ചു എന്നാണ് പരാതി. ചിന്തയുൾപ്പെടെ കണ്ടാലറിയാവുന്ന 50ഓളം പേർക്കെതിരെയാണ് കേസ്. സൂര്യഗായത്രി കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ഇപ്പോൾ ചിന്താ ജെറോം ഉൾപ്പെടെ 50 പേർക്കെതിരെയാണ് കേസ്. എന്താണ് കേസിനാസ്പദമായ സംഭവം? വിവരങ്ങൾ. അമൃത, വീണ ജോർജിനെതിരെ KSU പ്രവർത്തകർ അതിക്രമം നടത്തിയ വിഷയത്തിലായിരുന്നു DYFIയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഒരു പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ജാഥയിൽ ഉയർത്തിയ മുദ്രാവാക്യത്തെ തുടർന്ന് വലിയ വിമർശനവും അതിന്റെ ചർച്ചകളും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേസും വന്നിരിക്കുന്നത്. ഇരവിപുരം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ചിന്താ ജെറോം ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് ഇരവിപുരം മണ്ഡലം കമ്മിറ്റിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. ചിന്താ ജെറോം ഉൾപ്പെടെ 5 പേരെയാണ് കേസിലെ പ്രതികളായിട്ട് ചേർത്തിരിക്കുന്നത്. കൂടാതെ കണ്ടാൽ അറിയാവുന്ന 50 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചു എന്നതാണ് കേസിന് ആസ്പദമായിട്ടുള്ള വിഷയം. സമൂഹത്തിൽ സ്പർദ്ധ ഉളവാക്കി കലഹം സൃഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഈ ജാഥ സംഘടിപ്പിച്ചതിൽ മുദ്രാവാക്യം വിളിച്ചതെന്നുള്ള കാര്യവും FIR-ൽ പറയുന്നുണ്ട്. എന്തായാലും പ്രതിഷേധക്കാർ പ്രദേശത്ത് കോൺഗ്രസ് പാർട്ടി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചു. ഇതുമൂലം 40,000 രൂപയുടെ നഷ്ടമുണ്ടായെന്നും FIR-ൽ വ്യക്തമാക്കുന്നുണ്ട്. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ വണ്ടാനത്തെ ചികിത്സാ പിഴവിനെ ന്യായീകരിച്ച് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്. കേരളത്തിലെ ആരോഗ്യ മേഖല ലോകോത്തര നിലവാരത്തിലുള്ളതാണ്. എവിടെയോ ഒരാളുടെ വയറ്റിൽ കത്രികയോ മറ്റോ കുടുങ്ങിയെന്ന് പറയുന്നു. എപ്പോഴാണ് കുടുങ്ങിയതെന്നതിൽ വ്യക്തതയില്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം വാർത്തകൾ വരാറുണ്ട്. സംഭവം പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും M. സ്വരാജ് പറഞ്ഞു. കേരളത്തിലെ ആരോഗ്യ മേഖല ലോകോത്തരമായി വളർന്നു വന്ന ഒരു കാലമാണ് ഈ കാലം. എവിടെ ഒരാളെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ വയറിൻ്റെ ഉള്ളിൽ കത്രിക പോയിന്നോ എന്തോണം അറിയാം. എന്ന് ഓപ്പറേഷൻ ചെയ്താണ്, എന്ന് പോയ കത്രികയാണെന്നൊന്നും നമ്മൾ അന്വേഷിക്കാൻ പോയിട്ടില്ല. വേണമെങ്കിൽ അത് അന്വേഷിച്ചു പോയാൽ ഏത് കാലത്താണെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ അന്വേഷിച്ചു പോയി
അതിന്റെ കാലം കണ്ടുപിടിച്ച് അന്നാരായിരുന്നു മന്ത്രി എന്ന് പറയലല്ല അതിന്റെ മറുപടി. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം വാർത്തകൾ വരാറുണ്ട്. അതിനെ ന്യായീകരിക്കാനോ അത് നന്നായി എന്ന് പറയാനോ ആരെങ്കിലും തയ്യാറാവോ? ഇല്ല. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിഡിയ, ഈ സംഭവം എത്രത്തോളം ഗൗരവതരമാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷേ എം സ്വരാജിന്റെ പ്രതികരണം നോക്കുമ്പോൾ വളരെ വിഷയത്തെ നിസാരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമീപനമാണല്ലോ മനസ്സിലാകുന്നത്. അമൃത, തീർച്ചയായും വണ്ടാനത്തെ ചികിത്സാ പിഴവിനെ വലിയ രീതിയിൽ ന്യായീകരിക്കുന്ന ഒരു പരാമർശമാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തെ നിസ്സാരവൽക്കരിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് ഇന്ന് എറണാകുളത്ത് നടന്ന ഒരു പൊതുപരിപാടിയിൽ എം സ്വരാജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ കേരളത്തിലെ ആരോഗ്യ സംവിധാനം, ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ലോകോത്തര നിലവാരത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും സംഭവിച്ച ഒരു കാര്യം, പ്രത്യേകിച്ച് എവിടെയോ ഒരു കത്രിക മറന്നു വെച്ചു എന്ന് പറയുന്നു. പക്ഷേ അതിൽ എപ്പോഴാണ് മറന്നു വെച്ചത് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയില്ല. ബോധപൂർവം ഒരു ഡോക്ടർമാരും അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യില്ലല്ലോ, അത് ഒരബദ്ധമാണ് എന്നാണ് എം സ്വരാജ് പറയുന്നത്. കേരളത്തിലെ ആരോഗ്യ മേഖലയെ പറ്റി വലിയ പരാമർശങ്ങളാണ് നടത്തിയത്. പ്രത്യേകിച്ച് ലോകോത്തര നിലവാരത്തിലുള്ള ആരോഗ്യ മേഖലയിലാണ് ഇത്തരത്തിലുള്ള സംഭവം, അത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്നുള്ള തരത്തിലുള്ള പരാമർശമാണ് എം സ്വരാജിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഈ ഒരു ചികിത്സാ പിഴവിനെ, ഈ കത്രിക മറന്നുവെച്ച വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു സംഭവത്തെ നിസാരവൽക്കരിക്കുന്ന തരത്തിലുള്ള പരാമർശം, അതാണ് ഇന്ന് എം സ്വരാജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മറ്റ് രാജ്യത്തുള്ളവർ പോലും നമ്മുടെ ആരോഗ്യ മേഖല അത് കണ്ട് അത് അത്ഭുതപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് അബദ്ധമാണ്, ഒറ്റപ്പെട്ട സംഭവമാണ് എന്നുള്ള തരത്തിലുള്ള നിസാരവൽക്കരിക്കുന്ന, ന്യായീകരിക്കുന്ന പരാമർശമാണ് എം സ്വരാജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ സമസ്ത AP വിഭാഗം. കുഞ്ഞാലിക്കുട്ടിക്ക് സാമൂഹ്യ അജ്ഞതയെന്ന വിമർശനം. മലപ്പുറം ജില്ലയെ പുനഃക്രമീകരിക്കുന്നത് സംബന്ധിച്ചുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിനാണ് മറുപടി. കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ നേതൃസംഗമമാണ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രംഗത്ത് വന്നത്. ഗോകുൽ K വേണുഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഗോകുൽ, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ സമസ്ത AP വിഭാഗം രംഗത്ത് വന്നിരിക്കുന്നു. എന്താണ് ഇതിന്റെ പശ്ചാത്തലം? കഴിഞ്ഞ ദിവസം ഒരു അച്ചടി മാധ്യമത്തിന് PK കുഞ്ഞാലിക്കുട്ടി നൽകിയ അഭിമുഖത്തിലാണ് ഈ പറഞ്ഞതുപോലെ മലപ്പുറം ജില്ലാ പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അത്തരമൊരു കാര്യ അജണ്ടയിലില്ല, അത് മുന്നോട്ടേക്ക് വരുമ്പോൾ അതിനെ പരിഗണിക്കാമെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ കാന്തപുരം വിഭാഗം, AP സമസ്ത വിഭാഗം നേരത്തെ തന്നെ ഈ മലപ്പുറം ജില്ലയുടെ പുനഃക്രമീകരണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. കാന്തപുരം നടത്തിയ കേരള യാത്രയിലൊക്കെ ആ വിഷയം മുന്നോട്ടേക്ക് വെച്ചതാണ്. പ്രമുഖമായിട്ടുള്ള മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ അവരുടെ അജണ്ടയുടെ ഭാഗമാക്കണം ഈ വിഷയം എന്നുപോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശത്തിനെതിരെയാണ് കുഞ്ഞാലിക്കുട്ടി അത്തരമൊരു കാര്യം അജണ്ടയിലില്ല, അത് ചർച്ച ചെയ്തിട്ടേ ഇല്ല എന്ന കാര്യവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതിനെതിരെയാണ് ഇപ്പോൾ മലപ്പുറം കേരള മുസ്ലിം ജമാഅത്തിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി നേതൃസംഗമത്തിൽ ഒരു വിമർശനം എന്ന രീതിയിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. ജനസംഘാടിസ്ഥാനത്തിലും ഭൂവിസ്തൃതി കൊണ്ടും ഏറെ ബുദ്ധിമുട്ടുന്ന നാട്ടിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ MLAയും മന്ത്രിയും MP ഒക്കെ ആയിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാധിച്ചിട്ടില്ല എങ്കിൽ അത് അജ്ഞതയുടെ ഭാഗമാണ്. ഗോകുൽ K വേണുഗോപാലാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ പാനൂരിൽ തെരുവുനായുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. പാറമേൽ UP സ്കൂൾ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് സൈനാണ് ഗുരുതരമായി പരിക്കേറ്റത്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അജീഷ്, ആ ദൃശ്യങ്ങൾ നോക്കുകയായിരുന്നു. നമുക്ക് തന്നെ പേടിപ്പെടുത്തുന്ന ഒരു ഉള്ളിൽ തന്നെ ഒരു പേടിയുണ്ടാകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതെപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? കുഞ്ഞിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? നിലവിൽ ഈ കുട്ടിക്ക് ഗുരുതരമായിട്ടാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. പാരൂരിനടുത്ത് കല്ലിക്കണ്ടി ഉതുക്കുമ്മൽ ഒരുമ നഗറിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ പറയുന്ന ഇവിടെ മുസ്തഫ ഹാജറ ദമ്പതികളുടെ മകൻ മുഹമ്മദ് സൈനാനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഈ പാറമ്മൽ UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഈ വൈകിട്ട് വീടിനടുത്ത് വീട്ടിലെ മുറ്റത്ത് വെച്ച് ഈ കൂട്ടുകാരോടൊപ്പം നടന്നു വരുന്നതായിരുന്നു. ഈ നടന്നു വരുന്നതിനിടയിലാണ് ഈ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. മുഖത്താണ് ഗുരുതരമായിട്ടുള്ള ഒരു പരിക്ക് ഈ മുഹമ്മദ് സൈനാൻ ഉണ്ടായത്. പ്രാഥമിക ചികിത്സ തലശ്ശേരി ജനറൽ ആശുപത്രിയിലായിരുന്നു നടത്തി. അതിനുശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് സർജറി ചെയ്യണം എന്നാണ് ഡോക്ടർമാർ
നൽകിയിട്ടുള്ള നിർദ്ദേശം. ഈ പ്രദേശത്ത് തന്നെ ഈ ദിവസം 2 പേർക്ക് കൂടി തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, അത് അത്രയധികം ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യമാണ്. 3 കുട്ടികൾ നടന്നു വരുന്നു, അതിൽ ഒരു കുട്ടിയെ മാരകമായിട്ട് തെരുവുനായ കടിച്ച് പരിക്കേൽപ്പിക്കുന്നു. കണ്ണൂർ പാനൂരിലാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. വിവരങ്ങളാണ് അജീഷ് ജയകുമാർ നൽകിയത്. സൗദിയിൽ ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 2 മലയാളികൾ മരിച്ചു. പത്തനാപുരം സ്വദേശിനി ഷീബ, നിലമ്പൂർ സ്വദേശി ഇസ്മായിൽ എന്നിവരാണ് മരിച്ചത്. സൗദിയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സലീൽ, എപ്പോൾ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ആരാണ് മരിച്ചത്? ജലീൽ. തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 2 മലയാളികളാണ് മരിച്ചത്. പത്തനാപുരം സ്വദേശി ഷീബ, നിലമ്പൂർ സ്വദേശി ഇസ്മായിൽ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ബസ്സിലുണ്ടായിരുന്ന 18 പേർക്ക് പരിക്കുണ്ട്. അതിൽ 8 പേർ മലയാളികളാണ്. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരാളുടെ നില ഗുരുതരമാണ്. അതായത് വയനാട് വെള്ളമുണ്ട സ്വദേശി ഹാരിസ് എന്ന വ്യക്തിയാണ് ഈ ഗുരുതരമായി പരിക്കേറ്റത്. തായിഫ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തെ. 50 ആളുകളാണ് ആകെ ബസ്സിലുണ്ടായിരുന്നത്. റിയാദ് ഭാഗത്ത് നിന്ന് ഉംറക്ക് പോയ ഒരു സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. റിയാദിന് സമീപമുള്ള ഹൂത്ത ബനി തമീം എന്ന സ്ഥലത്ത് നിന്ന് ആണ് ഈ സംഘം പുറപ്പെട്ടത്. യാത്ര പുറപ്പെട്ട ഏതാണ്ട് 500 തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞാണ് 2 മലയാളികൾ മരിച്ചത്. വിവരങ്ങളാണ് ജലീൽ കണ്ണമംഗലം പങ്കുവച്ചത്. സമാനതകളില്ലാത്ത വികസനം, അതായിരുന്നു തിരുവനന്തപുരം ജില്ലയ്ക്ക് കിഫ്ബി സമ്മാനിച്ചത്. 11,000 കോടി രൂപയുടെ വികസനമാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ജില്ലയിൽ പ്രാവർത്തികമാക്കിയത്. വികസന പ്രവർത്തനങ്ങളുടെ 70% ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. കാട്ടാക്കട നടുക്കാട് മാർക്കറ്റിന്റെ നവീകരണം മുതൽ ഒരു നാടിന്റെ സ്വപ്നമായിരുന്ന കുമ്പിച്ചങ്കടവ് പാലവും കടന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാസ്റ്റർ പ്ലാൻ വരെ, ഇങ്ങനെ തലസ്ഥാന നഗരിക്ക് കിഫ്ബി സമ്മാനിച്ചത് വലിയ വികസനങ്ങളാണ്. തിരുവനന്തപുരത്ത് നഗരപ്രദേശങ്ങളിലും പ്രാദേശിക മേഖലകളിലും വികസനത്തിന്റെ പൂക്കാലം സൃഷ്ടിക്കുകയായിരുന്നു കിഫ്ബി. ഓരോ മണ്ഡലങ്ങളിലും കോടികളുടെ പദ്ധതികൾ. വികസനങ്ങൾ എത്തിപ്പെടാതിരുന്ന ആദിവാസി ഊരുകളിൽ പോലും വികസനത്തിന്റെ പുതുവെളിച്ചം. ജില്ലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. സ്കൂളുകൾക്ക് പുതുമുഖം സമ്മാനിച്ച് ഹൈടെക് കെട്ടിടങ്ങൾ, മലയോര ഹൈവേ, സർക്കാർ ഓഫീസുകൾക്കും ആശുപത്രികൾക്കും പുതിയ മന്ദിരങ്ങൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, മാർക്കറ്റുകൾ, പാലങ്ങൾ, വൻ കുടിവെള്ള പദ്ധതികൾ എന്നിങ്ങനെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ 11,035 കോടി രൂപയുടെ പദ്ധതിയാണ് കിഫ്ബി വഴി തലസ്ഥാന ജില്ലയിൽ പ്രാവർത്തികമാക്കിയത്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനത്തിന് വേണ്ടി പണം ചെലവഴിച്ചു. അതിൻ്റെ ഗുണഫലം എൻ്റെ നിയോജകമണ്ഡലത്തിനും ലഭ്യമായിട്ടുണ്ട്. 444 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി മുഖാന്തരം ഈ കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ എൻ്റെ നിയോജകമണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് മലയോര ഹൈവേ. കിഫ്ബിയാണ് അതിൻ്റെ ഫണ്ട് മുടക്കിയത്. പേട്ട ഒരുവാതിൽക്കോട്ട റോഡ്, ശ്രീകാര്യം മേൽപ്പാലം, പൊഴിയൂർ കടൽഭിത്തി, കുമ്പിച്ചൽ കടവ് പാലം, ഇടവ സ്റ്റേഡിയം, ഇടവ പുന്നമൂട് വെൺകുളം റെയിൽവേ മേൽപ്പാലങ്ങൾ, കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിന്റെ നവീകരണം, വെഞ്ഞാറമൂട് കരകുളം മേൽപ്പാലങ്ങൾ, കിഴക്കൻമല കുടിവെള്ള പദ്ധതി, വട്ടിയൂർക്കാവ് ജംഗ്ഷന്റെ വികസനം, പേരൂർക്കട മേൽപ്പാലം തുടങ്ങി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാസ്റ്റർ പ്ലാൻ വരെ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വികസനങ്ങൾ. സാധാരണഗതിയിൽ ഒരു MLAക്ക് ഒരു വർഷം 7 കോടി രൂപ MLA ഫണ്ടായി ലഭിക്കും. 10 കോടി രൂപ ബഡ്ജറ്റിലൂടെയും ലഭിക്കും. പിന്നെ മറ്റ് വിവിധ പദ്ധതികളിലൂടെയും നമുക്ക് ലഭിക്കുന്ന പണം മാത്രമാണ് ആകെ ആശ്രയം. ഇവിടെയാണ് നമ്മൾ കാത്തിരുന്ന വികസന സ്വപ്നങ്ങൾ നമ്മുടെ കാലത്ത് തന്നെ യാഥാർത്ഥ്യമാക്കാൻ കിഫ്ബി ഫണ്ട് സഹായകരമായത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതികൾ ജില്ലയിൽ 70% പൂർത്തിയായി കഴിഞ്ഞു. ബാക്കിയുള്ളവ പുരോഗമിക്കുകയാണ്. ഒരു നാടിനാകെ വികസനം, അതായിരുന്നു കിഫ്ബിയിലൂടെ ലക്ഷ്യം വെച്ചത്. നാട്ടുകാരുടെ ആവശ്യവും അതുതന്നെ. ക്യാമറമാൻ അഭിജിത്തിനൊപ്പം ന്യൂസ് റീഡർ 24 തിരുവനന്തപുരം. റിപ്പോർട്ടോടെ ഇന്നത്തെ വാർത്താമഴ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.